എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചിങ്ങം 1. ചിങ്ങമാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഉത്സവമായ ഓണമാണ്. ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഓണസദ്യ. ഓണസദ്യയിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് പായസം. എന്നാൽ പായസം ഉണ്ടാക്കുക എന്നത് എല്ലാവർക്കും കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. എന്നാൽ നമുക്ക് ഈ വർഷം തേങ്ങാപ്പാലും ശർക്കരയും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ വളരെ ഈസിയായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ രുചികരമായിട്ടുള്ള പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്ത് 1 മിനിറ്റ് മീഡിയം ഹീറ്റിലിട്ട് ഫ്രൈ ചെയ്യുക. നട്ട്സിൻ്റെ കളർ ഒന്ന് മാറാൻ തുടങ്ങുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇവിടെ കാഷ്യൂ നട്ട്സും റേസിൻസും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാം. പായസത്തിൽ ഇത് ചേർത്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കി നെയ്യിലേക്ക് 100 ഗ്രാം അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നൈസായിട്ടുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് കട്ടിയുള്ള അവലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 75 ഗ്രാം അവൽ ചേർത്താൽ മതിയാകും. ഇനി ഈ അവൽ ലോ ടു മീഡിയം ഹീറ്റിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് കൊണ്ട് അവൽ ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ ഒടിച്ചു നോക്കുമ്പോൾ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അവൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ചെയ്ത അവലിലേക്ക് നമുക്ക് 1 ലിറ്റർ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതിയാകും. നമ്മൾ എടുത്തിരിക്കുന്ന അവൽ നൈസ് ആയതുകൊണ്ട് 2-3 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. എന്നാൽ നിങ്ങൾ എടുക്കുന്ന അവല് കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ 8-10 മിനിറ്റ് ചെറു തീയിലിട്ട് വേവിക്കണം. ഒരു കാരണവശാലും തീ കൂട്ടി വെച്ച് വേവിക്കരുത്. നമ്മുടെ പാല് പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും. കൂടാതെ അവല് വേകാതെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റായി നമ്മുടെ അവല് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡ് അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ടിന്ന് ഫുള്ളായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 380 ഗ്രാം ആണ് ഉള്ളത്. ഇത് 1 ലിറ്റർ പായസത്തിന് കറക്റ്റ് അളവിലുള്ള മധുരമാണിത്. ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും റേസിൻസും ചേർത്ത് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓണ സ്പെഷ്യൽ അടിപൊളി ടേസ്റ്റുള്ള കിടിലൻ പായസം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.